ഒരു ഉപകരണമായി ചെയ്ത ബ്രേക്കിംഗ് ഉറങ്ങിയിരുന്നവരൊക്കെ ഞെട്ടിക്കാണും അല്ലേ? കുഞ്ഞുങ്ങൾ തൊട്ടിലിൽ തന്നെ കിടപ്പുണ്ടല്ലോ അല്ലേ? ചാടി എഴുന്നേറ്റിട്ടൊന്നും ഇല്ലല്ലോ. അത് ബ്രേക്കിംഗ് അലാറമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബ്രേക്കിംഗ് അലാറവുമായി നമുക്കൊപ്പം ഉള്ളത് മനീഷ് മഹിവാലാണ്. ആലപ്പുഴയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ജി സുധാകരനുമായി ബന്ധപ്പെട്ട എന്തോ വാർത്തയാണ്. പാർട്ടി വീട്ടൊന്നും കാണുന്നില്ലായിരിക്കും. അപ്പോൾ നമുക്ക് മനീഷ് മഹിവാലിനോട് ചോദിക്കാം. മനീഷ്, വെരി ഗുഡ് മോർണിംഗ് മനീഷ്. ആലപ്പുഴയിൽ നിന്നാണ് ബ്രേക്കിംഗ് അലാറം മുഴങ്ങിയിട്ടുണ്ട്. ജി സുധാകരനെ സംബന്ധിച്ചാണെന്നുള്ളത് വ്യക്തം. എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ വലിയ രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടാക്കിയ വാർത്തയായിരുന്നു ജി സുധാകരൻ പാർട്ടി വിടുന്നു എന്ന വലിയ രീതിയിലുള്ള വാർത്ത. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന വാർത്ത. എന്തായാലും ഇപ്പോഴിതാ ആ മഞ്ഞുരുകുകയാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, അതായത് എന്താണ് അദ്ദേഹത്തിനെ പ്രകോപിതനാക്കിയ കാരണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്, എം വി ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ജി സുധാകരനെ സംബന്ധിച്ച് നൽകിയ മറുപടിയാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചെന്ന രീതിയിലായിരുന്നു വ്യാഖ്യാനം വന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇന്നലെ രാത്രിയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ജി സുധാകരനെ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തോട് തനിക്കുണ്ടായ എന്താണ് ആ കാര്യം എന്ന രീതിയിൽ വിശദീകരിച്ചു. അത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ടാണ് താൻ ആ രീതിയിൽ പറഞ്ഞത്. അത് ഒരിക്കലും ജി സുധാകരനെ പരിഹസിച്ചതല്ല, അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനം ആ രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഒരിക്കലും പാർട്ടി വിടരുത്, ഒപ്പം തന്നെ മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ജി സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാങ്കേതികമായി ജി സുധാകരനെ ഇനി ജില്ലാ സ്ക്രൂട്ടിനി കൂടി ഒരാഴ്ച കൂടിയുണ്ട്. ജില്ലാ സ്ക്രൂട്ടിനിക്ക് മുൻപേ തന്നെ ജി സുധാകരൻ ഇനിയും പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹം പാർട്ടി വിട്ട് UDF ചേരിയിൽ ചേരുമെന്നുള്ള വലിയ പ്രചരണം നാട്ടിലുണ്ടാകുന്നുണ്ട്. പക്ഷേ അത്തരം പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് ജി സുധാകരനും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും പറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF ക്യാമ്പിലും അങ്ങനെ ഒരു ചർച്ചയില്ല എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ജില്ലാ നേതാക്കളുമായി ജി സുധാകരൻ ഇപ്പോഴും അസ്വാരസ്യമുണ്ട്. കാരണം ജില്ലാ സെക്രട്ടറി R നാസർ വിളിച്ചിട്ടും ഇപ്പോഴും ജി സുധാകരൻ ഫോൺ എടുത്തിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ജില്ലയിലെ പല നേതാക്കളും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹം കാണാനുള്ള രീതിയിൽ അതിന് വിസമ്മതിക്കുകയായിരുന്നു. എന്താണെങ്കിലും അതിന് കാരണക്കാരനായ എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് ജി സുധാകരനെ വിളിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ മഞ്ഞുരുകുകയാണ്. ജി സുധാകരൻ പാർട്ടി വിട്ട് പോവുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് റിബലായി UDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിരീകരണമോ അങ്ങനെ ഒരു കാര്യമോ വരുന്നില്ല. ഒപ്പം തന്നെ ജി സുധാകരന് കൂടുതൽ ചുമതല കൂടി കൊടുക്കാൻ പാർട്ടി നേതൃത്വം ഇപ്പോൾ തീരുമാനിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ആലപ്പുഴ ജില്ലയിലെ പല മണ്ഡലങ്ങളും ജി സുധാകരന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുക്കാൻ കൂടി പാർട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ പാർട്ടി വിടുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നില്ല. ഒപ്പം തന്നെ ജി സുധാകരന്റെ നീക്കങ്ങളിൽ ആശങ്കയില്ല എന്നാണ് CPM കേന്ദ്രങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഒന്നുകൂടി നേരിട്ട് കണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള നീക്കം ജില്ലയിലെ ചില നേതാക്കൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ജി സുധാകരന്റെ പ്രതികരണമുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, മനീഷ് മഹിപാൽ, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ജി സുധാകരൻ അങ്ങനെ പാർട്ടി വിടാൻ പറ്റൂല. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, വിഷമങ്ങളൊക്കെ ഉണ്ട് ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കളുമായിട്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചില മുറിവൊക്കെ ഏറ്റിട്ടുണ്ട്, വേദനയുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ പാർട്ടി വിട്ടുപോകാൻ ജി സുധാകരന് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പാർട്ടി വിടില്ല എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഉറപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ചില തെറ്റിദ്ധാരണയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കിയത് നീക്കാൻ പാർട്ടി സെക്രട്ടറി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു പാർട്ടി സെക്രട്ടറി. പക്ഷേ ജി സുധാകരൻ അത്ര തന്നെ വേണ്ടു, അല്ലേ? യഥാർത്ഥത്തിൽ ജി സുധാകരന് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കാല് വയ്യാത്ത സമയത്ത് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഉണ്ടായത് പെട്ടെന്നൊരു പ്രകോപനമായിരുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് അടക്കം അത്തരം കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണക്കാരനായ എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചത് കൊണ്ട് തന്നെ ആ മഞ്ഞുരുകുകയാണ്. അദ്ദേഹത്തിന് വൈകാരികമായി പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമായിരുന്നു ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതിനുശേഷം ഈ പ്രതികരണം, എം വി ഗോവിന്ദന്റെ പ്രതികരണം വന്ന ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ പ്രതികരണം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അതിനുശേഷമായിരുന്നു പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറി ഈ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയത്. അങ്ങനെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടത് തീരുമാനിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ എം വി ഗോവിന്ദൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജി സുധാകരന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തിന് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയേക്കാം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇക്കുറി ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുമോ എന്നത് കൂടി ചോദ്യമാണ്. മനീഷാണ് വിവരങ്ങൾ നൽകിയത്.